കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടന പത്രിക, അതോടൊപ്പം തന്നെ 45 വർഷം കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത LDF ഭരണസമിതിക്കെതിരെയുള്ള കുറ്റപത്രം, ഇക്കാര്യങ്ങൾ ഞങ്ങൾ പ്രകാശനം ചെയ്തിരുന്നു. അത് ഇന്നലെയാണ് ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ എത്തിച്ചത്. നിയോജക മണ്ഡലങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ ബൂത്തുകളിലെത്തി. ഇന്ന് മുതലാണത് ഞങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ അത് പുറത്ത് എത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളിലൂടെ അത് അറിഞ്ഞതനുസരിച്ച് LDF നേതാക്കന്മാർ, പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, മുൻ മേയർ കൂടിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, ആ പ്രകടന പത്രിക വളരെ ആധികാരികമായി പഠിച്ച് ഇന്നലെ ശക്തമായ ചില വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നു. ആരോഗ്യകരമായ ചർച്ചകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞതായി കണ്ട ഒരു വാർത്ത, ഒളിമ്പിക്സ് 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് തിരുവനന്തപുരത്ത് വച്ച് അതിൻ്റെ ഒരിനം നടത്തും എന്ന് BJP പറഞ്ഞത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ പ്രകടന പത്രിക കണ്ടതോടെ, NDAയുടെ പ്രകടന പത്രിക കണ്ടതോടെ LDF നേതാക്കന്മാർ വളരെ വലിയ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. ജനങ്ങൾ വളരെ വലിയ സ്വീകാര്യതയാണ് ഞങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് നൽകിയത് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. അതുകൊണ്ടാണ് തെറ്റായ വസ്തുക്കൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ കായിക മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാറ്റുരച്ച, കഴിവ് തെളിയിച്ച പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒളിമ്പിക്സിൽ 1-2 ഇനമല്ല, ഇപ്പോൾ തന്നെ 30-ൽ കൂടുതൽ ഇനങ്ങൾ ഒളിമ്പിക്സിലുണ്ട്. അപ്പോൾ 2036 ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ വേദിയാകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇനം കേരളത്തിൽ വെച്ച് നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാം, നമുക്ക് സ്റ്റേഡിയമുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭുവനേശ്വർ ഹോക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്, റോയിങ് ഭോപ്പാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കനായിങ് ആൻഡ് കയാക്കിംഗ് പൂനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ക്രിക്കറ്റ് മുംബൈ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സെയിലിംഗ് ചെന്നൈ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും ഏതെങ്കിലും ഒരു ഇനം അവരവരുടെ സംസ്ഥാനങ്ങളിൽ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം നമുക്ക് ജലവുമായി ബന്ധപ്പെട്ട പല ഇനങ്ങളും നമുക്ക് ആവശ്യപ്പെടുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ക്രിക്കറ്റ് ആവശ്യപ്പെടുവാനുള്ള സ്റ്റേഡിയം നമുക്കിവിടെ ഉണ്ട്. ഫുട്ബോൾ ആവശ്യപ്പെടാം നമുക്ക്. ഇങ്ങനെ നിരവധി ഇനങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് ആവശ്യപ്പെടാം. സ്വാഭാവികമായിട്ടും കേരള BJP, ദേശീയ BJP നേതൃത്വവുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൽ തീർച്ചയായും ഒരിനം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ വളരെ വലിയ സ്വീകാര്യത തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കിട്ടിയതുകൊണ്ടും BJPക്ക് ഇതുവരെയും വോട്ട് ലഭിക്കാത്ത നിരവധി മേഖലകളിൽ നിന്ന് വോട്ട് ഒഴുകിയെത്തും എന്നുള്ള പരിഭ്രാന്തിയിലാണ് ശിവൻകുട്ടി മന്ത്രിയെ കൊണ്ട് ഇത് പറയിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ മേയർ കൂടിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർക്ക് ഹാലിളകിയിരിക്കുകയാണ്. നിങ്ങളുടെ ഹാലിളക്കം ജനങ്ങൾ തള്ളിക്കളയും. ജനങ്ങൾക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്. മറ്റൊന്ന്, BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ CPMന് എന്താ ഇത്ര പരിഭ്രാന്തി തോന്നാൻ കാരണം? അപ്പോൾ ഞങ്ങളുടെ ഓരോ മുന്നേറ്റവും CPMനെ പരിഭ്രാന്തിപ്പെടുത്തുന്നു. മറ്റൊന്ന് കൂടി, ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട BJP നിശ്ചയിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴേക്കും തന്നെ CPM അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രകടന പത്രിക വരുമ്പോഴേക്കും CPM അതിനെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ BJP ദേശീയ ജനാധിപത്യ സഖ്യം നിശ്ചയിക്കുന്ന അജണ്ടയ്ക്കനുസരിച്ച് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് LDFും UDFും ആയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ നിലപാടുകൾ ശരിയാണ്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, നേരിൻ്റെ പാതയിലാണ് എന്ന് ശരിവയ്ക്കുന്നതാണ്. ഇതുപോലെയായിരുന്നു കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഇടപെടലുകൾ, BJPയുടെ ഇടപെടലുകൾ, ആ ഇടപെടലുകളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരുന്നത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു. തീർച്ചയായിട്ടും CPMൻ്റെ ഈ പരിഭ്രാന്തി, മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പരിഭ്രാന്തി ഞങ്ങൾക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുകയാണ്. വേറൊന്ന്, ഞങ്ങളുടെ പ്രകടന പത്രിക എടുത്തു വച്ച് അതിനെ പഠിച്ച് വിമർശിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ദുർഭരണത്തിൻ്റെ ബാക്കി പത്രം എന്നുള്ള ഒരു പേജുണ്ട്. ദുർഭരണത്തിൻ്റെ ബാക്കി പത്രം.
ഈ ദുർഭരണത്തിൻ്റെ ബാക്കി പത്രം എന്നുള്ള പേജ് കൂടി പഠിച്ച് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകണം. ശിവൻകുട്ടി മുതൽ ആര്യ രാജേന്ദ്രൻ വരെ ഈ കോർപ്പറേഷൻ ഭരിച്ച മുഴുവൻ മേയർമാരെയും ഒരുമിച്ച് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചിരിക്കാം. കഴിഞ്ഞ 45 വർഷം നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയ ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്താൻ തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറാണ്. അതിന് നേതൃത്വം കൊടുക്കുവാൻ BJP തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? നമുക്ക് ആരോഗ്യകരമായൊരു ചർച്ച നമുക്ക് തിരുവനന്തപുരം സംഘടിപ്പിക്കാം. മാലിന്യ സംസ്കരണം, വിളപ്പിൽശാല, ആരുടെ കാലഘട്ടത്തിലായിരുന്നു വിളപ്പിൽശാല പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ നിന്ന് വിജയവാഡയിലേക്ക് വിളപ്പിൽശാലയിലുള്ള ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി സർക്കാർ ചെലവിൽ ഏത് മേയറായിരുന്നു യാത്ര ചെയ്തിരുന്നത്? അതിനുശേഷം നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ അഭാവം കൊണ്ട് അല്ലേ വിളപ്പിൽശാല, അതിൽ നിങ്ങൾ അഴിമതി കാട്ടിക്കൊണ്ടല്ലേ വിളപ്പിൽശാല പരാജയപ്പെട്ടത്? വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിയില്ലേ? അതിനുശേഷം മേയർമാരായിരുന്ന ചന്ദ്രികയും ചന്ദ്രയും പ്രശാന്തും ജയൻ ബാബുവും ആര്യ രാജേന്ദ്രനും ശ്രീകുമാറും ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും 99% പരാജയമായിരുന്നില്ലേ? ഈ കോർപ്പറേഷൻ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി മേയർമാരായിരുന്ന മുഴുവൻ ആൾക്കാരെ ഒരുമിച്ച് BJP ക്ഷണിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? തിരുവനന്തപുരത്ത് ഇത്രയും കാലം നിങ്ങൾ ഈ നഗരം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് പോലും, വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ നിമിഷവും തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് ആരോഗ്യകരമായ ഒരു വിഷൻ ഡോക്യുമെൻറ്റുമായി, ഒരു പ്രകടന പത്രികമായി ഇറങ്ങുന്ന BJPയെ അടച്ചാക്ഷേപിക്കുന്നത് അവരുടെ പരിഭ്രാന്തി കൊണ്ടാണ്. വിജയം ഞങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ കോർപ്പറേഷൻ ഭരണത്തിൽ വന്നാൽ 2036 ഇന്ത്യയിൽ വെച്ച് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്തുവാനുള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തും. ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അതിന് അനുകൂലമായ നിലപാടെടുക്കും. അതിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി വരാൻ പോകുന്ന 10 വർഷം തിരുവനന്തപുരം സിറ്റിയിൽ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാവും, ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി കൂടി പരിഹരിക്കപ്പെടും. നമ്മുടെ നഗരത്തിലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക്, അതായത് കഴിഞ്ഞ ദിവസം പത്മിനി മാഡമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ 12 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണ് 18, 20, 22 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്കാണ് മാറ്റുരയ്ക്കാൻ അവസരം കിട്ടുന്നത്. അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായിരിക്കും ഇത്. നമ്മുടെ കായിക മേഖലയിലേക്കുള്ള പുതിയൊരു വഴി തുറക്കലിൻ്റെ തുടക്കമായിരിക്കും. അത് കോൺഗ്രസിന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അവർക്കിനി പ്രധാനമന്ത്രി ഉണ്ടാകില്ല, അവർക്ക് കോർപ്പറേഷൻ്റെ ഭരണം കിട്ടില്ല. അവരിങ്ങനെ ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന് ഒരു പുരോഗമനത്തിൻ്റെ വികസനത്തിൻ്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്ന് സമൂഹത്തിനോട് പറയാൻ സാധിക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിമർശിക്കാനല്ലേ പറ്റുള്ളൂ. അവർക്ക് പറയാൻ പറ്റുമോ BJP പറഞ്ഞത് ശരിയാണ്, പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്? അപ്പം പക്ഷേ അദ്ദേഹം മറുപടി പറയേണ്ടത്, UDF നേതാവ് മറുപടി പറയേണ്ടത്, അവർക്ക് 42 കൗൺസിലർമാരുണ്ടായിരുന്ന ശ്രീ MA വാഹിദ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ LDFൻ്റെ അഴിമതിക്കെതിരായിട്ട് അവർ നടത്തിയ പോരാട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവർ ഒരു പോരാട്ടവും നടത്താതെ LDFൻ്റെ അഴിമതിയെ പിന്തുണച്ച് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴിമതിയുടെ വിഹിതം കൈപ്പറ്റിക്കൊണ്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, LDFുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ജനങ്ങൾ അവരെ മൂലക്കിരുത്തിയത്? ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് UDFന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരിക്കലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അതിനാണ് മറുപടി പറയേണ്ടത്. BJP പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും, പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങൾ പ്രഖ്യാപിക്കും, കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് തെളിയിച്ചിട്ടുണ്ട്. ആ തെളിയിച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്കതിൻ്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസും CPM എന്തിനാ എത്ര പരിഭ്രാന്തി? ഞങ്ങളത് ചെയ്യും. ഞങ്ങളെ കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും നമുക്കിപ്പം സമ്മർ ഒളിമ്പിക്സിൽ 32 ഈവൻ്റാണുള്ളത്. ക്രിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ചിലപ്പം അടുത്ത ഒളിമ്പിക്സിന് ക്രിക്കറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഫുട്ബോൾ ഉൾപ്പെടെ 32 ഈവൻ്റ് ഇപ്പോൾ ഉള്ളത് ഈ കഴിഞ്ഞ ഒളിമ്പിക്സ് വരെ. ഞങ്ങളിപ്പോൾ പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുന്നത്, BJP എന്നൊരു പാർട്ടി മത്സരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒന്നും കാണാതെ അല്ലല്ലോ മത്സരിപ്പിക്കുന്നത്. അവരൊക്കെ മത്സരിച്ച് കോർപ്പറേഷനിൽ കോർപ്പറേറ്റർമാരായിട്ട് വരുമ്പോഴേക്കും
തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യത കായിക മേഖലയ്ക്കുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കുക, തിരുവനന്തപുരത്തെ ഫുട്ബോളിലൊക്കെ ക്രിക്കറ്റിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ആ തീരദേശ മേഖലയൊക്കെ ചെന്ന് നോക്ക്, അപാരമായ പെർഫോമൻസ് ആണ്. പക്ഷേ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാറില്ല, അവർക്ക് ഫുട്ബോൾ കിട്ടാറില്ല, അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റ് കിട്ടാറില്ല, അവർക്ക് ബൂട്ട് കിട്ടാറില്ല, ജേഴ്സി ഇല്ല, നല്ല മികച്ച ഭക്ഷണമില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവരെപ്പോലുള്ളവർക്ക് അറിയാം. കായിക മേഖലയിൽ പ്രവർത്തിച്ചത് അവർ പൊതുപ്രവർത്തകയുമാണ്, കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവരുമാണ്. അപ്പോൾ ആ മേഖലയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി പത്മിനി മാഡത്തെ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ അവർക്ക് അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടാലൻറ്റ് ഉപയോഗിച്ച് കുട്ടികളെ കണ്ടെത്തും. അങ്ങനെ വലിയൊരു കാഴ്ചപ്പാട്, ഞങ്ങളൊരു കാഴ്ചപ്പാട് തിരുവനന്തപുരത്തെക്കുറിച്ച്, ഇപ്പോൾ സ്പിരിച്വൽ ടൂറിസത്തെക്കുറിച്ച്, മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച്, വിഴിഞ്ഞത്തിൻ്റെ വളർച്ച, IT മേഖലയുടെ വളർച്ച, ഇതൊക്കെ വയ്ക്കുമ്പോഴേക്കും LDF UDF പരിഭ്രാന്തരാകുകയാണ്. ഇങ്ങനെയൊക്കെ BJPയുടെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ നടന്നു കഴിഞ്ഞാൽ കേരളവും തിരുവനന്തപുരവും പിന്നെ BJPയോടൊപ്പം നിൽക്കും. ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ പ്രസ്ഥാനത്തിന് പ്രസക്തി ഇല്ലാതാകും എന്നുള്ള പരിഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ, ഈ ജൽപ്പനങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ V ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ 45 വർഷത്തെ LDFൻ്റെ കോർപ്പറേഷൻ ഭരണം ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുന്നത്. ഞങ്ങളതിന് തയ്യാറാണ്.